കഴിഞ്ഞ സൺഡേ ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളെ വിളിച്ചു. പക്ഷേ ഏട്ടൻ നാമക്കല്ലായതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പം എന്നോട് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ പോകാമെന്ന്. അവളെന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു, നീ വാ, കുഞ്ഞാവിനും കുട്ടി വീട്ടിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഏട്ടനില്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ മടിയായിരുന്നു. അപ്പോൾ ഏട്ടൻ നാമക്കല്ലിൽ നിന്ന് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അവിടെ വരെ പോവാം. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ളൊരു റിസോർട്ടാണേ. ഞങ്ങളുടെ വീടിനടുത്ത് റിസോർട്ടൊക്കെ ഉണ്ട്. ബർത്ത്ഡേക്ക് വിളിച്ചതല്ലേ, അപ്പോൾ ലല്ലുവിനൊരു ഉടുപ്പ് മേടിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. ഞങ്ങൾ ഉടുപ്പ് നോക്കാൻ വേണ്ടി ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയൊരു ഷോപ്പാണ്, അവിടെ കയറിയേക്കുക. ഉടുപ്പൊക്കെ മേടിച്ചു. അതിൻ്റെ വലിയ നൈനുവിനൊരു ഉടുപ്പും, ഓണമൊക്കെ അല്ലേ, മുണ്ടൊക്കെ മേടിച്ചു. പോകുന്ന വഴിയായപ്പോഴത്തേക്കും നൈനു ഉറങ്ങി. ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കൈ വീശി ചെല്ലുന്നതെന്നും പറഞ്ഞ് എൻ്റെ കെട്ടിയോന്തേ ബേക്കറിയൊക്കെ മേടിക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ അവരുടെ വീടിൻ്റെ അടുത്തെത്തി. എത്തിയത് ആകുമ്പോൾ ഇങ്ങനെ ബഹളമായിരുന്നു, അതുകൊണ്ട് വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഫുഡ് തന്നത് ഞാൻ എടുത്തേ. കുഴപ്പമില്ല, കപ്പയും ചിക്കനൊക്കെ ആയിരുന്നു. ഇതാണ് ബർത്ത്ഡേക്കാരൻ, 2 വയസ്സായി ലല്ലു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുക. പോരാൻ നേരത്തെ അവർ ഞങ്ങൾ താഴെ കുറേ കൊണ്ടുപോയിട്ട് അവരുടെ വീടിൻ്റെ അവിടെ വണ്ടി കയറില്ലേ.